പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മരിച്ചെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഇമ്രാൻഖാനെ കാണാൻ സഹോദരിക്ക് അനുമതി നൽകി. ഇതോടെ ജയിലിന് പുറത്തെ സമരം അവസാനിപ്പിക്കുന്നതായി ഇമ്രാൻഖാന്റെ സഹോദരി അറിയിച്ചു. ഐസൻ ജോസഫൻ ചേരുന്നു. ഐസൻ, ഇന്നലെ വലിയ തോതിൽ നവമാധ്യമങ്ങളിലൊക്കെ വലിയ അഭ്യൂഹമാണ് പരന്നത്. ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വന്നത്. അതുകൊണ്ട് തന്നെ സഹോദരിയെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം ആകുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, ഇന്നലെ രാത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരണങ്ങൾ, അതായത് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ ചില പാകിസ്ഥാൻ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ മരണം സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത അഫ്ഗാനിസ്ഥാൻ മാധ്യമങ്ങളുമുണ്ട്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ചൊരു ആശങ്ക പടരുകയും ചെയ്തു. അതിന് കാരണമായി വന്നത് കൃത്യമായും നമുക്ക് അറിയാവുന്നതാണ്. നുറീൻ ഹസീൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുണ്ട്. സഹോദരിമാർക്ക് ആർക്കും തന്നെ അദ്ദേഹത്തെ കാണാൻ അനുമതി നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഖൈബർ പഖ്തൂൺഖ്വയിലെ മുഖ്യമന്ത്രി പോലും കാണാൻ ശ്രമിച്ചപ്പോൾ അനുവദിച്ചില്ല എന്ന ഒരു സാഹചര്യം കൂടി വന്നതോടെയാണ് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ പ്രതിഷേധമുണ്ടായതും ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പോലീസ് നടപടികൾ പോലും ഉണ്ടാകുന്ന ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായി. സ്വാഭാവികമായും ഇമ്രാൻഖാൻ്റെ മരണം സംഭവിച്ചു എന്ന അഭ്യൂഹമാണ് അതോടെ പടരുകയും ചെയ്തത്. ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് IS ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ജയിലിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ ആക്രമണത്തിന് അല്ലെങ്കിൽ അതിക്രമങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരികയും ചെയ്തു. പ്രമേഹ രോഗവും അതുപോലെ തന്നെ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള വ്യക്തി കൂടിയാണ് ഇമ്രാൻഖാൻ. ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ ഒരു വിരാമമായിരിക്കുന്നത്. അതായത് ഇമ്രാൻഖാനെ ആ ജയിലിൽ, അഡ്യാല ജയിലിൽ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതി സഹോദരിമാർക്ക് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും അത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇമ്രാൻഖാനെ കാണാൻ ഒരു അനുവാദം ലഭിക്കുകയും ഇമ്രാൻഖാനെ കാണുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ത്, മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന വിശദ വിവരങ്ങൾ ഒരു രക്തബന്ധുവിനെ അറിയിക്കാൻ സാധിക്കുമെന്ന സാധ്യത കൂടിയുണ്ട്. സ്വാഭാവികമായും ഇമ്രാൻഖാനെ കാണാൻ അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് രാത്രി മുതൽ ഇമ്രാൻഖാൻ മരിച്ചുവെന്ന വാർത്തകൾ തെറ്റാണ്. അഭ്യൂഹങ്ങൾക്ക് അവസാനമാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.